നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ള നീല റേഷൻ കാർഡുകൾക്ക് എങ്ങനെയാണ് മഞ്ഞ ചുവപ്പിലേക്ക് മാറാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. വെള്ള, നീല, മഞ്ഞ, ചുവപ്പ് എന്നീ റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ റേഷൻ ഷോപ്പിൽ നിന്നും അരി ലഭിക്കുക, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ആളുകൾ ഒരുപാട് അപേക്ഷിക്കാറുണ്ടായിരുന്നു. അതിനിപ്പോൾ അപേക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അനധികൃതമായി കൈവശം വച്ചിരുന്ന ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ സർക്കാർ പിടിച്ചെടുക്കുകയും അതിനുശേഷം ആ കാറ്റഗറിയിൽ ആളുകൾ കുറയുകയും ചെയ്തതിന് കൊണ്ടാണ് ഇപ്പോൾ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. ഇതിലാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീടിൻ്റെ അളവ് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നോ കേരള സർക്കാരിൽ നിന്നോ വരുമാനം ലഭിക്കുന്ന ആളുകൾ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമുക്ക് 1 ഏക്കറിൽ മേലെ ഭൂമി ഉണ്ടാവരുത്. എന്നീ കാര്യങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതിന് അർഹതയുണ്ട്. അവർ ഓൺലൈനായിട്ടാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ മുൻപ് ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈവശം കരുതുക. അത് പഞ്ചായത്തിൽ നിന്നും അപേക്ഷ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ വാടക അഗ്രിമെൻ്റ് കോപ്പി. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിൽ സ്ഥിരമായി അസുഖമുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്നീ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേണ്ടി തന്നെ കാർഡ് ഇപ്പോൾ അപ്രൂവൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും അർഹതയില്ലാതെ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശിച്ച ആളുകൾക്ക് നല്ല രൂപത്തിലുള്ള ഫൈൻ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നീലയിലേക്കോ വെള്ളയിലേക്കോ മാറാൻ അപേക്ഷ കൊടുക്കുക. നമ്മൾ അപേക്ഷ കൊടുത്ത് മാറിയാൽ നമുക്ക് പ്രത്യേകിച്ച് ഫൈനൊന്നും ലഭിക്കുകയില്ല. അല്ലാതെ സർക്കാർ അത് ഏജൻസി കണ്ടെത്തുകയും അതിൻ്റെ സ്കോഡ് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള ഇതുവരെയും നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ വിലയടക്കമുള്ള നല്ലൊരു സംഖ്യ തന്നെ നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അർഹതയില്ലാത്ത റേഷൻ കാർഡ് കൈവശം വെച്ച ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ റേഷൻ കാർഡ് മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സർക്കാർ അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനലിലേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.